إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഖുർആൻ 77-ാമത്തെ വചനം. ഈ സൂറത്തിന്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നബിയെ താങ്കൾ പറയൂ, നിങ്ങൾക്ക് എന്ത് പരിഗണന ലഭിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് വകവെക്കാനാണ്? റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകുക? ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ വകവെക്കുന്നത്, നിങ്ങളെ വിലയിരുത്തുന്നത്, നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന മൂലമാണ്. നിങ്ങൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം നോക്കൂ. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നുള്ളൊരു നിരോധനമുണ്ട് ഈ ആയത്തിൽ. അള്ളാഹുവിനോട് മാത്രമേ നാം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ വലിയ വിശിഷ്ടമായ ഗുണങ്ങളാണ് ഈ ആയത്തിൽ. ആ പ്രാർത്ഥന കൊണ്ടാണ് മനുഷ്യരല്ല പരിഗണിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ അവഗണിച്ച് കളയും. അവർ നോക്കൂ, അവർ ശാശ്വതമായ പരാജയം വിരിച്ചു പോകും, ശാശ്വതമായ നരകാവകാശികളായി മാറും. ആ പ്രാർത്ഥന മൂലമാണ് ഈ രക്ഷയും സമാധാനവും ലഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. നിങ്ങൾ പക്കത് കെദ്ദബുത്തും, എന്നാൽ നിങ്ങൾ കളവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിങ്ങൾക്കിടയിൽ കളവാക്കിയിരിക്കുന്നു. ഫസൗഫ, എന്നാൽ പിന്നീട് യകൂനു ആകും, ലിസാമൻ നിർബന്ധമാകും, അല്ലെങ്കിൽ അനിവാര്യമാകും എന്ന് പറഞ്ഞാൽ ആ താക്കീത് നൽകപ്പെട്ട ശിക്ഷ അത് അനിവാര്യമാകും എന്നാണ് അള്ളാഹ് പറയുന്നത്. ാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറുക. അപ്പോൾ മാത്രമേ നമുക്ക് രക്ഷയും സമാധാനവും വിജയവും ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ ഏറ്റവും നല്ല ഒരു തരത്തിലുള്ള ഗുണപാഠത്തോടുകൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും രക്ഷ തേടുന്നവരുമായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.